ഗൈസ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിനാദ്യം ആവശ്യം ഇതൊരു A4 ആണ് കേട്ടോ. ഒരു വലിയ A4 തന്നെ എടുക്കണം കേട്ടോ നമ്മൾ. എന്നിട്ടത് ഹാഫായിട്ട് മടക്കുക. എല്ലാ വശവും ഒരുപോലെ ആവണം കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ചിത്രം വരച്ചെടുക്കും. എന്നിട്ട് ഇഷ്ടമുള്ള പോലെ എഴുതും ചെയ്യാം കേട്ടോ. ഞാനിവിടെ നമ്മളെ ചാനലിൻ്റെ ലോഗോയും പിന്നെ കട്ടിൽ ഫെയർ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അത് ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ പശ തേക്കുകയാണേ. അടിഭാഗത്തും പിന്നെ സൈഡിലും ആയിട്ട് തേക്കണം. മേലെ ഭാഗത്ത് തേക്കരുത് കേട്ടോ ഗൈസ്. നമ്മൾ തേച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഒട്ടിക്കുക കേട്ടോ. എന്നിട്ട് അത് ഉണങ്ങാൻ വെക്കുകയാണ്. ഇനി നമ്മൾക്ക് അതിൽ ആവശ്യമുള്ളത് ഒരു സ്ക്വിഷിയാണ്. അപ്പോൾ നമ്മൾ സ്ക്വിഷിക്ക് വേണ്ടിയിട്ട് വേറൊരു A4 എടുക്കുക. എന്നിട്ട് അത് പകുതി, നല്ല പകുതിയല്ല, എന്നൊരു കുറച്ച് പകുതിയാക്കി മടക്കിയിട്ട് ഇങ്ങനെ മടക്കുക. ഇതുപോലെ ഇങ്ങനെ മടക്കിയാൽ നമുക്കൊരു കറക്റ്റ് ഒരു ഇത് കിട്ടും. എന്നിട്ട് നമ്മൾ അവിടെ ചിത്രം വരയ്ക്കും. നമ്മളെ ചാനലിൻ്റെ ലോഗോ ആണ് വരച്ചുള്ളത്. എന്നിട്ട് നമ്മളൊരു കത്രിക ഉപയോഗിച്ച് ഇത് വെട്ടാൻ പോവാണ്. ഇത് കറക്റ്റായിട്ട് വെട്ടണം കേട്ടോ. നമ്മളിത് വെട്ടി നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതും ഇതുപോലെ രണ്ട് സൈഡിലാക്കി മടക്കണം കേട്ടോ. ഇനി നമ്മൾ ഒരു ക്ലിയർ ടാപ്പ് എടുക്കണം കേട്ടോ. കണ്ടോ, ക്ലിയർ ആയിട്ടുള്ള ഒരു ടാപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് നിർത്തിയതിന് ശേഷം ഈ ഇത് ഫുള്ളായിട്ട് ഈ ടാപ്പ് വെച്ച് ഒട്ടിക്കുക കേട്ടോ. ഒരു ബബിൾ പോലും വരരുത്. നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഗൈസ്, ഞാൻ വേറൊരു കാര്യം പറയാനും കൂടിയാണ് ഈ വീഡിയോ ഇട്ടത്. ഒരു പുതിയ ചാനലുണ്ട്, കട്ടിൽ ക്രാഫ്റ്റ് പറഞ്ഞിട്ട്. അതൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം അതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ് വേൾഡ് ഉണ്ട്, അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. ബബിൾ വരാതെ നമ്മൾ ചെയ്യണം. നല്ല വൃത്തിയിൽ ചെയ്യണം കേട്ടോ ഗൈസ്. ക്ലിയർ ടാപ്പ് വെച്ചിട്ട് തന്നെ ഒട്ടിക്കണം. വേറെ ടാപ്പ് വെച്ചൊന്നും ഒട്ടിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു സൈഡ് രണ്ട് ഭാഗത്തും ഫുള്ളായിട്ട് ഒട്ടിക്കണം കേട്ടോ. നമ്മളിതാ ഗൈസ്, നമ്മളിത് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അതിനെ കുറച്ച് ടാപ്പിൻ്റെ കുറച്ച് ഭാഗം ഇതുപോലെ പേപ്പറിൽ നിന്ന് വിട്ടിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം
അങ്ങനെ മടക്കിയതിന് ശേഷം അത് ഇങ്ങനെ ഒട്ടിക്കുക. പശ വെച്ച് ഒട്ടിക്കരുത്. പശ വെച്ച് ഒട്ടിച്ചാൽ ഒരു വൃത്തിയേട് പോലെ ഉണ്ടാവും. എന്നിട്ട് ബാക്കി വന്ന ഭാഗമൊക്കെ നമ്മളിങ്ങനെ വെട്ടി കളഞ്ഞ് ഭംഗിയാക്കുക കേട്ടോ. നമ്മളിത് പലർക്കും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ ഗൈസ്. ഉണ്ടാക്കാനും സിമ്പിളാണ്. ഇതിൽ സ്ക്വിഷിയും പിന്നെ കീ ചെയിൻസ്, ബാക്ക് പിൻ ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മളിതിൽ സ്ക്വിഷ് മാത്രമേ ചെയ്യണുള്ളൂ. കാരണം കീ ചെയിൻ്റെ മറ്റേ സാധനം ചെയിൻ നമ്മളെടുത്തില്ല. അപ്പം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചാൽ മേൽഭാഗം മാത്രം ഒട്ടിക്കരുത്. ഇതുപോലെ കിട്ടും നമുക്ക് കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോകുന്നത് പഞ്ഞിയാണ് കേട്ടോ ഗൈസ്. പഞ്ഞി ഇല്ലെങ്കിൽ എല്ലാ തുണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി. നല്ല നെങ്ങണ എല്ലാ സാധനവും വെക്കണം കേട്ടോ ഗൈസ്. പഞ്ഞി വെച്ച് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി നമ്മൾ ഈ പഞ്ഞി വെച്ചതിന് ശേഷം നമ്മൾ ഈ മേൽഭാഗം കൂടി ഒട്ടിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാപ്പ് വെച്ച് ഒട്ടിക്കണം, പശ വെച്ച് ഒട്ടിക്കരുത്. ബാക്കി ഭാഗം നമ്മൾ ഇതുപോലെ വെട്ടി കളയാണ് കേട്ടോ ഗൈസ്. ഇപ്പം അത് ശരിക്കും ഒരു പേപ്പർ സ്ക്വിഷി പോലെ ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ ഉണങ്ങാൻ വേണ്ടി വെച്ചത് എടുക്കുക. അത് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ഉണ്ടാവും കേട്ടോ ഗൈസ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സാധനം വെക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു പേന എടുത്തിട്ട് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം. യു ഗോട്ട് എഴുതാണ് നമ്മൾ ഫസ്റ്റ്. എന്നിട്ട് കുറച്ച് കുത്തിടണം. എന്നിട്ട് നമ്മൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ വരയ്ക്കാൻ പോണത് ഹാർട്ടാണ് കേട്ടോ ഗൈസ്. ഇതാ കണ്ടോ, ഇതുപോലത്തെ ഹാർട്ട് നമ്മൾ അവിടെ യു ഗോട്ട് ഇങ്ങനെ എഴുതി കൊടുക്കണം കേട്ടോ. ഇതാ ഹാർട്ട്, പിന്നെ യു ഗോട്ട് ഇങ്ങനെ എഴുതുക. നമ്മൾ 4 എണ്ണം വരയ്ക്കണം കേട്ടോ. അതുപോലെ നമ്മൾ 4 എണ്ണം അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഇതിനെല്ലാം കളർ കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഞാനിത് ഇതിന്നാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് നെസ്റ്റോന്ന് മേടിച്ചതാണ്. 36 കളേഴ്സ് ഉണ്ടാവും. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. 400 രൂപയാണ് കേട്ടോ ഇതിന്. അതിൽ കണ്ടോ പല കളേഴ്സും ഉണ്ട് ഗൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ക്രീം, യെല്ലോ, ഡാർക്ക് പിങ്ക്, അങ്ങനെ പല കളറും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിന് ഫസ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഗ്രീനാണ് കേട്ടോ ഗൈസ്. ഒന്നാമത്തെ ഹാർട്ടിന് ഞാൻ ഗ്രീൻ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ചിത്രം വരയ്ക്ക്, ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. രണ്ടാമത്തെ ഹാർട്ടിന് ഞാൻ പിങ്ക് ആണ് കേട്ടോ ഗൈസ് കൊടുക്കുന്നത്. മൂന്നാമത്തേന് ഞാൻ കൊടുക്കാൻ പോകുന്നത് ബ്ലൂ ആണ് കേട്ടോ ഗൈസ്. നാലാമത്തേന് യെല്ലോയും കൊടുക്കണ്ട കേട്ടോ. ഇത് നമ്മൾ കളറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഓരോന്നും ഓരോ പേര് എഴുതാൻ പോവാണ് കേട്ടോ. അതായത് ഇപ്പൊ ഗ്രീനിന്റെ അവിടെ ഞാൻ കോമൺ എഴുതിയിട്ടുണ്ട്, പിങ്കിന്റെ അവിടെ എപ്പിക് എഴുതിയിട്ടുണ്ട്, ബ്ലൂ ലെജൻഡറി, ഈ യെല്ലോയുടെ അവിടെ ഞാൻ റെയർ എന്നാണ് കേട്ടോ എഴുതാൻ പോകുന്നത്. ഇതാ ഇങ്ങനെ കോമൺ, എപ്പിക്, ലെജൻഡറി, റെയർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേറൊരു ഇതാണ്ട് മാറ്റി വെച്ചിട്ട് വേറൊരു ചെറിയ പീസ് A4 നമ്മൾ വെട്ടിയെടുക്കണം കേട്ടോ. നമ്മൾ വെട്ടുകയാണേ. നമ്മൾ ഇത്രയൊക്കെ മതി കേട്ടോ. വെട്ടിയെടുത്തിട്ട് നമ്മൾ ഇതൊന്ന് 2ആയിട്ട് മടക്കണം. അതായത് പോലെ 2ആയിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ പുറത്ത് യു ഗോട്ട് എഴുതിയിട്ടുണ്ട്. ഇതായതുപോലെ
യു ഗോട്ട് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. എന്നിട്ട് നമ്മൾ ഇതിന് ഇഷ്ടമുള്ളൊരു കളറ് കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് പർപ്പിളാണ് കേട്ടോ. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഇപ്പോൾ നമുക്ക് റയർ കോമണിൽ പോവാം, എപ്പിക്കിൽ പോവാം, ലെജൻഡറിയിൽ പോവാം, റയർ പോവാം. ഞാൻ പോകുന്നത് എപ്പിക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പിക്കിലെ ചിഹ്നമായ ഹാർട്ടും പിന്നെ അവിടെ എപ്പിക് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എപ്പിക്കിന് നമ്മൾ ഹാർട്ടിന് ഏത് കളറാണ് കൊടുത്തത്? പിങ്ക്. ആ കളർ തന്നെ ഇവിടെയും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇതിങ്ങനെ അടച്ചാൽ ഇത് ഇങ്ങനെയും തുറന്നാൽ ഇങ്ങനെയും വരണം. എന്നിട്ട് നമ്മൾ ഇനിയാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെക്കാൻ പോകുന്നത്. ഇത് തുറന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കീ ചെയിനൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. തുറന്നതിന് ശേഷം അത് നമ്മൾ ഫസ്റ്റ് സ്ക്വിഷ് വെക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ഇതും വെക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്നിട്ട് നമ്മൾ പശ യൂസ് ചെയ്ത് നമ്മൾ ഇവിടെ ഫുള്ളായിട്ട് പശ തേച്ച് ഒട്ടിക്കാം കേട്ടോ. ഇതാട്ടോ ഗൈസ് നമ്മുടെ ബ്ലൈൻഡ് ബാഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.